കൃത്യം 10 മണിക്ക് തന്നെ ഞങ്ങൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേർന്നു. ബോട്ട് ഡ്രൈവർ എൻ്റെ ഒരു സുഹൃത്തായതിനാൽ എനിക്ക് ചെന്ന ഉടൻ തന്നെ ബോട്ടിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിഞ്ഞു. ആലപ്പുഴ പുന്നമടക്കായലിൽ കൂടിയുള്ള ഈ യാത്ര എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത യാത്രകളിൽ ഒന്നായിരുന്നു. ഞങ്ങൾ 20 സുഹൃത്തുക്കളും മറ്റുമായി 50ഓളം യാത്രക്കാർ ഞങ്ങൾക്കൊപ്പം ഈ യാത്രയിലുണ്ടായിരുന്നു. അങ്ങനെ വേമ്പനാട്ട് കായലിൻ്റെ ഓളപ്പരപ്പുകളിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഞാൻ ബോട്ട് ഓടിച്ചു. എന്ത് മനോഹരമായ കാഴ്ചകൾ! പ്രകൃതി ഒരുക്കിയിരിക്കുന്ന പല അത്ഭുതങ്ങളും ഇവിടെ കാണാൻ സാധിച്ചു. ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള കുമരകം പക്ഷി ഗവേഷണ കേന്ദ്രം, ലോക പ്രശസ്ത ഹോട്ടലുകൾ എന്നിവയുടെ തീരങ്ങളിൽ കൂടി ഞങ്ങൾ ബോട്ട് ഓടിക്കൊണ്ടേയിരുന്നു. ആർ ബ്ലോക്ക് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം ഞങ്ങൾ കണ്ടു. കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന ഇവിടം സമുദ്രനിരപ്പിൽ നിന്നും 1 മീറ്ററോളം താഴെയായി ഭൂമിയിൽ കൃഷി ചെയ്യുന്നു. കായൽ വെള്ളം കയറാതെ ചുറ്റുപാടും ബണ്ട് കെട്ടി വേർതിരിച്ചിരിക്കുന്നു. ഇതൊരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചീറിപ്പാഞ്ഞു പോകുന്ന സ്പീഡ് ബോട്ടുകളെ ഇടിക്കാതിരിക്കാൻ ഞാൻ നന്നേ പണിപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് സാധാരണ ചെറുവള്ളങ്ങളിൽ ആൾക്കാർ യാത്ര ചെയ്യുന്നത് കാണാമായിരുന്നു. അങ്ങനെ കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ കുറേ ദൂരെയായി ഒരു കരഭൂമി കാണപ്പെട്ടു. ഞാൻ എൻ്റെ ബോട്ട് അവിടം ലക്ഷ്യമാക്കി ഓടിച്ചു. കണ്ടൽക്കാടുകളാൽ സമൃദ്ധമായ പ്രദേശം, വർഷങ്ങളായുള്ള വെള്ളത്തിൻ്റെ അടിയൊഴുക്കിൽ രൂപപ്പെട്ട ഒരു കരപ്രദേശമാണ് ഇതെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ബോട്ടിൻ്റെ നിയന്ത്രണം തിരിച്ചേൽപ്പിച്ച ശേഷം വീണ്ടും ക്യാമറയുമായി പാതിരാമടലിൻ്റെ പച്ചപ്പിലേക്ക് കാലെടുത്ത് വെച്ചു. ഇവിടുത്തെ കാഴ്ചകൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. 19 വർഷങ്ങൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. മരങ്ങളിൽ കയറിയും ഊഞ്ഞാലിലും വള്ളിപ്പടപ്പുകളിലും ആടിയും തൂങ്ങിയും ഞങ്ങൾ ഞങ്ങളുടെ ബാല്യകാല സ്മരണകൾ അയവിറക്കി.
കുറേ ദൂരം ചെന്നപ്പോൾ ഏറുമാടം കാണാൻ കഴിഞ്ഞു. ഞങ്ങൾ അതിൽ 3 പേർ മുകളിൽ കയറി. അപ്പോഴാണൊരു കാഴ്ച കണ്ടത്. കുറേ ആനക്കൂട്ടം വെള്ളം കുടിക്കുന്നു. അതിമനോഹരമായൊരു കാഴ്ച. ഞാൻ എൻ്റെ ക്യാമറയിൽ ആവോളം അത് പകർത്തി. എന്നാൽ അങ്ങോട്ട് പോകാൻ അധികാരികൾ ഞങ്ങളെ അനുവദിച്ചില്ല. എങ്ങനെ ഇവ ദ്വീപിൽ എത്തപ്പെട്ടു എന്ന ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വീണ്ടും ഞങ്ങൾ തിരികെ ബോട്ടിലെത്തി. ഞങ്ങളൊക്കകത്ത് അവിടെ ഭക്ഷണം തയ്യാറായിരുന്നു. വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ആഘോഷ പരിപാടിയിലേക്ക് കടന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ആഘോഷ പരിപാടിയിലേക്ക് കടന്നു. കുപ്പയിലെ മാണിക്യം പോലെ എന്തെന്തറിയപ്പെടാത്ത കലാകാരന്മാരാണ് നമ്മുടെ ഇടയിലുള്ളതെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ആട്ടവും പാട്ടവും എല്ലാം കൂടി അടിപൊളി പരിപാടിയാണ് കാഴ്ചവെച്ചത്. ബോട്ടിലെ ജീവനക്കാരും ഞങ്ങളോടൊപ്പം ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു. പരിപാടികളിൽ മതിമറന്നിരുന്ന ഞങ്ങൾക്ക് തിരിച്ച് ആലപ്പുഴ എത്തിയത് അറിഞ്ഞതേയില്ല. വളരെ വിഷമത്തോടെയെങ്കിലും ഞങ്ങൾ പിരിയാൻ തയ്യാറായി.
എല്ലാവരും അവരവരുടെ നാടുകളിലേക്ക്, ഞങ്ങളും